ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ സിദ്ധുവിനെ ആണെങ്കിൽ സുമിത്രയുടെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ് സരസ്വതിയമ്മ. പല കാര്യങ്ങളും സരസ്വതിയമ്മ പ്ലാൻ ചെയ്ത് ഉറപ്പിച്ചു വെച്ചിട്ടാണ് കേട്ടോ സിദ്ധുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം സിദ്ധു വന്ന വിവരങ്ങളൊക്കെ അറിയുമ്പോൾ നമ്മുടെ പൂജയാണെങ്കിലോ സുമിത്രയോട് സംസാരിക്കുകയാണ്. അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ മോളെ, അമ്മ വിചാരിച്ചതല്ലല്ലോ അച്ഛമ്മ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുവന്ന്. അച്ഛമ്മ ഇവിടെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ വീട്ടിലേക്ക് കയറ്റണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഞാൻ എന്താ ചെയ്യുക? എനിക്ക് അങ്ങനെ ചെയ്യാനല്ലേ പറ്റുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പം മോൾ ഒന്നുകൊണ്ട് ഓർത്ത് പേടിക്കണ്ടെന്നും പറഞ്ഞ് സുമിത്രയാണെങ്കിൽ നമ്മുടെ പൂജയെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ പൂജയ്ക്ക് ഒരു വാക്കും കൊടുക്കുന്നുണ്ട്. എന്തായാലും രോഹിത്തിന്റെ സ്ഥാനത്ത് ഒരിക്കലും സിദ്ധാർത്ഥ വരില്ല എന്നുള്ള വാക്ക്. അപ്പം ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ പൂജയ്ക്ക് വലിയ ആശ്വാസമൊക്കെ ആയി കേട്ടോ. പൂജയ്ക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. ഇനിയിപ്പം അച്ഛനും അമ്മയും മക്കളും ഒക്കെ കൂടെ വീണ്ടും ഒരുമിക്കുവോ? ഇപ്പൊ രോഹിത് ജീവനോട് കൂടി ഇല്ലല്ലോ. ആ ഒരു ടെൻഷൻ കൊണ്ടാണ് നമ്മുടെ പൂജ ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം സരസ്വതി അമ്മ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. സരസ്വതി അമ്മയല്ലേ മുതല്. സരസ്വതി ആണെങ്കിലും ഈ പൂജ പെണ്ണിനെ എന്തായാലും ഒതുക്കണം, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ താൻ പ്ലാൻ ചെയ്തില്ലെങ്കിൽ ഒരു കാരണവശാലും തന്റെ മകന് ഒരു ജീവിതം ഉണ്ടാവില്ല. എന്തായാലും ഇനിയിപ്പോ അവന് വയസ്സായി, അവനെ നോക്കാനും അവന് കൂട്ടായിട്ടും ആരെങ്കിലും ഒക്കെ വേണമല്ലോ. അതിനി സുമിത്ര തന്നെ ആയിക്കോട്ടെ. ഇപ്പൊ സുമിത്രയാണല്ലോ തന്നെയും ഒക്കെ നോക്കുന്നതെന്നും പറഞ്ഞ് സരസ്വതി അമ്മ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുക. അപ്പൊ ഈ സമയത്താണെങ്കിലോ നമ്മുടെ പങ്കജാണെങ്കിൽ ദീപുവിനെ പോയി കാണുകയാണ്. അപ്പൊ ദീപുങ്കളെ എന്താണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് ചോദിക്കുമ്പം ദീപു പറയുന്നുണ്ട്, പങ്കജ എനിക്ക് കുറച്ചുകൂടെ സമയം തരണം. എൻ്റെ പൊന്നങ്കിളെ, അങ്കിൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. എന്തായാലും ഒരുപാട് സമയമൊന്നും അങ്കിളിന് വേണ്ടി തരാനൊന്നും പറ്റത്തില്ല. എൻ്റെ മുന്നിൽ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ ഒന്നെങ്കിൽ അങ്കിളിൻ്റെ മോൻ്റെ കല്യാണം നടത്തണം. അപ്പം ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും എടാ അപ്പൂനെയൊക്കെ അങ്ങനെ പറഞ്ഞു മാറ്റാൻ ഇച്ചിരി പ്രയാസമാണ്. നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങളെന്നും പറഞ്ഞ് ദീപു നിന്ന് തർക്കിക്കുമ്പം പങ്കജാണെങ്കിലോ ഒരു കെട്ട് നോട്ടെടുത്ത് ദീപുവിന്റെ കൈവെള്ളയിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ നോട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, പുള്ളിക്കാരന്റെ കണ്ടു മഞ്ഞളിച്ചു. അപ്പം ഉടനെ തന്നെ ഇനി ആയിക്കോട്ടെ, പൈസയൊക്കെ തന്നത് കൊണ്ട് അതിന്റെ നന്ദി ഞാൻ നിന്നോട് കാണിക്കണമല്ലോ. എത്ര വേണമെങ്കിലും അങ്കിളിന് എന്നോട് കാശ് ചോദിക്കാം. പക്ഷേ പൂജയും അപ്പവും തമ്മിൽ പിരിഞ്ഞിരിക്കണം. ഒന്നെങ്കിൽ അപ്പുവിന്റെ കല്യാണം അത് പെട്ടെന്ന് തന്നെ നിങ്ങൾ നടത്തിയിരിക്കണം എന്നുള്ള കാര്യം പറയുക. ഞാൻ ഏറ്റുമോനെ, എന്തായാലും എൻ്റെ മകനെക്കാട്ടിലും കൂടുതൽ നീ എനിക്ക് ഒരുപാട് ഉപകാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പൂജ വന്ന് ചേരേണ്ടത് ഞങ്ങളുടെ വീട്ടിലല്ല, നിന്റെ വീട്ടിൽ തന്നെയാണ്. എന്തായാലും അവൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ഭയങ്കര സെന്റിമെന്റ്സ് ഒക്കെ അടിച്ച് നമ്മുടെ ദീപു ആണെങ്കിലും പങ്കജിനോട് പറഞ്ഞ് അവിടുന്ന് യാത്രയാകുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ നമ്മുടെ രഞ്ജിതയും ഭർത്താവും കൂടി നിന്നിങ്ങനെ സംസാരിക്കുക കേട്ടോ. എന്തായാലും ഇനി ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ സിദ്ധാർത്ഥിന്റെ ആക്സിഡന്റും കാര്യങ്ങളും ഒക്കെ ഇവരും മണത്തറിഞ്ഞിരിക്കുന്നു. അപ്പൊ സുമിത്രയുടെ അടുത്താണ് ഇപ്പൊ സിദ്ധു ഉള്ളത് എന്നുള്ള കാര്യവും കൂടി മനസ്സിലായപ്പോഴത്തേക്കിനും ഇവരെല്ലാരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു കൂട്ടിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടെത്തില്ലേ. അപ്പൊ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിവിടെ നിലനിൽപ്പില്ലല്ലോ. എത്രയും പെട്ടെന്ന് തന്നെ പൂജയെ നമ്മുടെ കസ്റ്റഡിയിലാക്കണം. ആക്കിയില്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാക്കും. അപ്പം ഇപ്പൊ സരസ്വതി അമ്മയുടെ വർത്താനത്തിൽ നിന്ന് തന്നെ നമ്മുടെ രഞ്ജിതയ്ക്ക് ഒരു കാര്യം പിടികിട്ടിയിട്ടുണ്ട്. അപ്പം പൂജയ്ക്ക് സിദ്ധു ഇവിടെ വന്ന് നിൽക്കുന്ന കാര്യങ്ങളൊന്നും വലിയ പിടുത്തമല്ല എന്നുള്ളത്. അതിനുവേണ്ടി സരസ്വതി അമ്മയും രഞ്ജിതയും തമ്മിൽ ഒത്തുകളിക്കുകയാണ്. അപ്പൊ എങ്ങനെയെങ്കിലും സിദ്ധാർത്ഥും അതുപോലെ സുമിത്രയും തമ്മിൽ ഒരുമിക്കുകയാണെങ്കിൽ പൂജയുടെ അച്ഛന്റെ പേര് പറഞ്ഞ് അവിടുന്ന് തെറ്റിപ്പോരാൻ സാധ്യതയുണ്ട്. അങ്ങനെ തെറ്റിപ്പോരുന്ന സമയത്താണെങ്കിലും പതിയെ പൂജയെ തന്റെ വീട്ടിലേക്ക് നിർത്തണം. അങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെ പങ്കജും പൂജയും തമ്മിലുള്ള വിവാഹം നടത്തിയെടുക്കണം. ഇതൊക്കെയാണ് രഞ്ജിത എന്ന് പറയുന്ന ആ കുതികാല് വെട്ടിയുടെ സ്വഭാവം കേട്ടോ. അപ്പൊ പുള്ളിക്കാരി ഇതെല്ലാം ഇങ്ങനെ അരവിന്ദനോട് പറയുമ്പം അരവിന്ദൻ പറയുന്നുണ്ട്, രഞ്ജു നിന്റെ ഈ പ്ലാൻ ഉറപ്പായിട്ടും വർക്കൗട്ട് ആവും. അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതാ ഇതേപോലെ സുഖസുന്ദരമായിട്ട് ജീവിക്കാമെന്നുള്ള കാര്യമൊക്കെ പറയുക. അങ്ങനെ അവർ വലിയ ഹാപ്പി ആയിട്ട് പ്ലാൻ വർക്കൗട്ട് ആയ വലിയ ഹാപ്പി ആണല്ലോ. അപ്പൊ അങ്ങനെ നിൽക്കുക കേട്ടോ. ഈ സമയത്താണെങ്കിലോ നമ്മുടെ ദീപു വീട്ടില് തിരികെ എത്തുകയാണ്. ദീപു വേഗം പോവാ ചിത്രയുടെ അടുത്തേക്ക്. അപ്പൊ ചിത്ര, എടി നീ വേഗം തന്നെ എനിക്കൊരു കപ്പ് കാപ്പി എടുക്കെന്ന് പറയുക. അപ്പൊ ചിത്ര പറയുന്നുണ്ട്, ചേടാ ഇതെന്തൊരു മനുഷ്യനാണ്, ഭയങ്കര വെപ്രാളാണല്ലോ, നിങ്ങൾക്ക് എന്താ മനുഷ്യ പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഇന്നിനിയിപ്പോ എന്താണ്, ആർക്ക് എന്ത് പാര വെക്കുന്ന കാര്യമാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പം എടി പാരയൊന്നും അല്ല, നീ ആദ്യം ഒരു കപ്പ് ചായ ഇങ്ങോട്ട് എടുക്കെന്ന് പറയുക.
അപ്പം നമ്മുടെ ചിത്ര പോയി സ്നേഹത്തോടു കൂടി കെട്ടിയോന് ചായയൊക്കെ എടുത്തോണ്ട് വരുന്ന സമയത്ത് നമ്മുടെ അപ്പു മുകളിലുണ്ടെന്ന് മനസ്സിലായി കേട്ടോ ദീപുവിന്. അപ്പം ദീപു ആണെങ്കിൽ അവസരം അങ്ങ് മുതലാക്കുകയാണ്. എടി അതെ, നമ്മുടെ അപ്പുവിന് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്, എങ്ങനെയാണ് നമുക്ക് നടത്തിയാലോ എന്ന് ചോദിക്കുമ്പം ചിത്ര പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ അവൻ്റെ മനസ്സറിയുന്ന അച്ഛനല്ലേ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? പൂജയും അപ്പവും തമ്മിൽ ഇഷ്ടമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുമ്പം, എടി ആ സ്നേഹി എന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ ഓഫീസിലുള്ള പെങ്കൊച്ച് വളരെ നല്ല പെങ്കൊച്ചാണ്. അവളുടെ വീടൊക്കെ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല, സാമ്പത്തികമായിട്ടും ഒക്കെ നല്ല ഫാമിലി തന്നെയാണ്. അങ്ങനെയുള്ളൊരു ബന്ധമുള്ളപ്പോൾ നമ്മൾ എന്തിനാ വെറുതെ പൂജയെ? അതുമല്ല, അപ്പൂവിന് പൂജയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പൂജയ്ക്ക് ഇഷ്ടമുള്ളത് പങ്കജിനെയാണ്. അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്കിനും ചിത്ര പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? ഒരിക്കലും പങ്കജും പൂജയും തമ്മിൽ ഇഷ്ടമൊന്നും അല്ല, നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാത്തത് പറയല്ലേ എന്നും പറഞ്ഞ് അങ്ങനെതാ ചിത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ അപ്പു ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അപ്പു വന്ന പാടെ ദീപുവിന്റെ നേരെ അങ്ങ് ചെല്ലുക. അതെ, അച്ഛൻ കുറെ ദിവസമായി കളി തുടങ്ങിയിട്ട്, എന്താണ് അച്ഛന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ ദീപു ബബബ അടിക്കാൻ തുടങ്ങിയിട്ടോ. എന്തായാലും മകൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇപ്പൊ അച്ഛന്റെ സ്വഭാവമൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദീപു ഇങ്ങനെ പതറി നിൽക്കുമ്പോഴത്തേക്കിനും അപ്പു പറയാണ്, ഈ അപ്പുവിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് പൂജ മാത്രമായിരിക്കും. എന്തായാലും എനിക്ക് വേണ്ടി നിങ്ങൾ വേറെ കല്യാണമൊന്നും ആലോചിച്ച് ബുദ്ധിമുട്ടുണ്ടാന്ന് മുഖത്തടിച്ചതുപോലെ പറയുക. അപ്പം ദീപു ആണെങ്കിലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? താൻ പങ്കജിന് വാക്കും കൊടുത്തു, പങ്കജിന്റെ കയ്യിൽ നിന്ന് കാശും ഒക്കെ വാങ്ങിച്ചു. ഈ പുള്ളിക്കാരൻ നൈസായിട്ട് പണിക്കൊന്നും പോവാതെ ഇതുപോലെ മറ്റുള്ളവരെയൊക്കെ പറ്റിച്ച് ജീവിക്കുകയാണ്. എന്തായാലും നല്ല ഒന്നാന്തര ഒരു കേമം തന്നെ ആട്ടോ പുള്ളിക്കാരൻ. അപ്പൊ അങ്ങനെ അഭിപ്രായമൊക്കെ ഉള്ളവരാണെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. അത് കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് സരസ്വതിയമ്മ നമ്മുടെ പൂജയും സുമിത്രയും കൂടി സംസാരിക്കുന്നതൊക്കെ കേട്ടല്ലോ. ഉടനെ അവിടെ നിന്ന് കല്ലി തുള്ളി വരിക. അപ്പൊ ഈ സമയത്താണെങ്കിൽ പങ്കജ് പൂജയെ വിളിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് ചെല്ലുക. അപ്പൊ പൂജയുടെ അടുത്ത് പങ്കജ് നിൽക്കുന്നുണ്ട്. അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനുമാണ് സരസ്വതിയമ്മ ദേഷ്യപ്പെട്ട് വരുന്നത്. അതെ പൂജ, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നത്? മോളെ സുമിത്ര, സിദ്ധുവിന് കുറച്ച് കുടിക്കാൻ വെള്ളമൊക്കെ എടുത്തു കൊടുക്ക്, അവന്റെ അടുത്ത് വേണ്ടേ നീ പോയിരിക്കാനായിട്ട്? നീ എന്തിനാ ഇങ്ങനെ മാറി നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ സുമിത്ര പറയുന്നുണ്ട്, അതിന് സിദ്ധുവിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇപ്പൊ ഇവിടെ അമ്മയുണ്ടല്ലോ. ഞാനാണോ അതൊക്കെ ചെയ്യേണ്ടത്? അവന്റെ മുൻഭാര്യയായിട്ടുള്ള നീ ഉണ്ടല്ലോ അമ്മ, ഞാൻ അദ്ദേഹത്തിന്റെ മുൻഭാര്യ മാത്രമാണ്, അദ്ദേഹത്തിന്റെ ഭാര്യയല്ല എന്നുള്ള കാര്യം പറയുക. അപ്പൊ ഇത് കേൾക്കുമ്പോൾ സരസ്വതിയമ്മ പറയുന്നുണ്ട്, അതെ, എന്തായാലും അവന്റെ 3 കുട്ടികളുടെ അമ്മയല്ലേ നീ തന്നെ നോക്കണം അവന്റെ കാര്യങ്ങള്. അപ്പൊ സരസ്വതി ഇങ്ങനെ വാശി പിടിക്കുമ്പോ പൂജ പറയുന്നുണ്ട്, അച്ഛമ്മക്ക് എന്തിന്റെ പ്രശ്നമാണ്? അമ്മയ്ക്ക് താല്പര്യമില്ലെങ്കിൽ അമ്മയെ ആ രീതിയിൽ വിട്ടാ പോരെ. പിന്നെ ഇവിടെ അഭയം തന്നത് തന്നെ വലിയ കാര്യം. അമ്മ ഒരു കാര്യം ചെയ്, അമ്മ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയാൽ മതി എന്ന് പറയുമ്പം, നിന്റെ എന്ത് കാര്യങ്ങൾ നോക്കണമെന്നാ നീ പറയുന്നത്? അതെ, രോഹിത്തിന്റെ മകളാണ് നീ, അല്ലാതെ സുമിത്രയുമായിട്ട് ഒരു ബന്ധവും നിനക്കില്ല. പക്ഷെ അതുപോലെയല്ല, സിദ്ധാർത്ഥിന്റെ 3 മക്കളുടെ അമ്മയാണ് സുമിത്ര. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ മതിയെന്ന് പറയുമ്പം നമ്മുടെ പങ്കജിന് ഈ വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ പിടിയിട്ടുകയാണ്. ഇനിയിപ്പോൾ ഇത് പറഞ്ഞ് എന്തെങ്കിലും എരി കയറ്റിയിട്ട് പങ്കജ് നമ്മുടെ പൂജയുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറാനുള്ള പ്ലാനും പദ്ധതിയും ഒക്കെ അവിടെ മെനയാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് കഥയാണ്. നമ്മുടെ സുമിത്രയാണെങ്കിൽ ധർമ്മസങ്കടത്തിലായി നിൽക്കുക കേട്ടോ. എന്ത് ചെയ്യണം? തൻ്റെ മുൻ ഭർത്താവ് ഇങ്ങനെ വന്ന് കിടക്കുന്നുകൊണ്ട് മോളാണെങ്കിൽ പറയുന്നത് കേൾക്കാതിരിക്കാനും പറ്റില്ലല്ലോ. എന്തായാലും സുമിത്ര അങ്ങനെ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിക്കുന്നത്. അപ്പം ആരെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്